ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ശ്രീമന്നാരായണീയത്തിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ദശകത്തിലെ ശ്ലോകങ്ങളും അതുപോലെ തന്നെ നാലാമത്തെ ദശകത്തിലെ മൂന്നാമത്തെ വരെയുള്ള ശ്ലോകങ്ങളും നമ്മൾ ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞു. അതിന്റെ വീഡിയോസ് പ്ലേ ലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആഡ് ചെയ്യാം കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കാണൂ കേട്ടോ. ഇന്ന് നാരായണീയത്തിലെ നാലാമത്തെ ദശകത്തിലെ നാലാമത്തെ ശ്ലോകം വായിച്ചിട്ട് അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. ഈ നാലാമത്തെ ദശകത്തിലെ അഷ്ടാംഗ യോഗത്തെ കുറിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ ഇതില് 1 തൊട്ടിട്ട് 5 വരെയുള്ള അംഗങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കി. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം. ഇനി 6ാമത്തെ ധാരണ എന്താണ് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. എന്താണ് ധാരണ എന്ന് വെച്ചാല് ഒരു മനസ്സിനെ ഒരു പ്രത്യേക കേന്ദ്രത്തില് രൂപത്തില് ഉറപ്പിച്ചു നിർത്താൻ ശ്രമിക്കുക. അതാണ് ധാരണ. ഇവിടെ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഭഗവാന്റെ രൂപത്തിലാണ് മനസ്സിനെ ഉറപ്പിച്ചു നിർത്താൻ ശ്രമിക്കുന്നത്. ആദ്യം അവ്യക്തമായിരുന്നു, ആ രൂപം അവ്യക്തമായിട്ടാണ് ഉണ്ടാവുക. ഭഗവാന്റെ രൂപം നമ്മുടെ മനസ്സിൽ അവ്യക്തമായിട്ടാണ് ഉണ്ടാവുക. പിന്നെ ഒരുപാട് പ്രയത്നിച്ചിട്ട് ധാരണ പരിശീലിച്ചിട്ട് നമ്മൾ ആ രൂപത്തെ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. അതാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോ ഞാൻ ഈ ശ്ലോകം ചൊല്ലിയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അസ്ഫുടേവ പുഷിതേ പ്രയത്നദോ താരയേമദിശനാം മുഹുർമുഹു തേന ഭക്തിരസമന്തരാർദ്രതാം ഉദ്വഹേമ ഭവതംഗ്രി ചിന്തകാ. നമുക്ക് അർത്ഥം നോക്കാം. അസ്ഫുടേ എന്താണ്? സ്ഫുടമല്ലാത്തത്, വ്യക്തമല്ലാത്ത, തെളിഞ്ഞു കാണാത്തത് എന്നൊക്കെ പറയും. ദേവഭുഷി അങ്ങയുടെ ആ രൂപത്തിൽ, വ്യക്തമല്ലാത്ത അങ്ങയുടെ ആ രൂപത്തില് പ്രയത്നതോ പ്രയത്നിച്ചിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് പ്രയാസപ്പെട്ടിട്ട് ധാരയേമ എന്ന് പറയുന്നതാണ് ഉറപ്പിച്ചുകൊള്ളാം. ദിഷണാം ആ ബുദ്ധിയെ, മനസ്സിനെ, മുഹുർമുഹു മുഹു പ്ലസ് മുഹു വീണ്ടും വീണ്ടും. അപ്പോ വ്യക്തമല്ലാത്ത, തെളിഞ്ഞു കാണാത്ത ആ രൂപത്തെ, അങ്ങയുടെ ആ രൂപത്തെ ഒരുപാട് പ്രയത്നിച്ചിട്ട്, മനസ്സിൽ തെളിഞ്ഞു കാണാത്ത അങ്ങയുടെ ആ രൂപത്തെ ഒരുപാട് പ്രയത്നിച്ചിട്ട് വീണ്ടും വീണ്ടും ആ മനസ്സില് അതിനെ ഉറപ്പിച്ചുകൊള്ളാം. ധാരണ എന്ന പരിശീലനത്തിലൂടെ മനസ്സിനെ ആ ഇതില് രൂപത്തില് രൂപത്തിൽ ഉറപ്പിച്ചിട്ട് അതിങ്ങനെ തെളിഞ്ഞ് കാണുന്ന ഇതിലായി ധാരണ ചെയ്തിട്ട്. അപ്പോ ഈ ഭഗവാന്റെ രൂപം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോ എന്താ ഉണ്ടാവുക? നമ്മുടെ ഉള്ളില് ഭക്തി ഉണ്ടാവും അല്ലെ? അതാണ് തേന അതുകൊണ്ട്. ഭക്തിരസമന്തരാർദ്രത, ഭക്തിരസം, ഭക്തി കൊണ്ടുണ്ടാകുന്ന ആ ആനന്ദരസം. അന്തരാർദ്രത, എന്താ പറഞ്ഞ ഉള്ളില്, ആർദ്രത പറഞ്ഞ അലിവ്. ഉദ്വഹേമ പറഞ്ഞ പ്രാപിച്ചുകൊള്ളാം. ആ അവ്യക്തമായ, വ്യക്തമല്ലാത്ത ആ ഭഗവാന്റെ രൂപത്തെ ഒരുപാട് പ്രയത്നിച്ചിട്ട്, പ്രയാസപ്പെട്ടിട്ട് ആ ധാരണ എന്ന പരിശീലനത്തിലൂടെ ആ ഭഗവാന്റെ രൂപത്തെ മനസ്സില് ഉറപ്പിക്കുകയാണ്. അപ്പോ അങ്ങനെ ഉറപ്പിക്കുമ്പോ നമ്മുടെ ഉള്ളില് ആ ഭഗവാന്റെ രൂപം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുമ്പോ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവുന്നു? ഭക്തി ഉണ്ടാവുന്നു. അപ്പോ ആ അങ്ങനെയുള്ള ആ ഭക്തി കൊണ്ടുണ്ടാകുന്ന ആനന്ദരസത്തെയും അതുപോലെ തന്നെ മനസ്സിന്റെ അലിവിനെയും പ്രാപിച്ചുകൊള്ളാം. ഇതെന്താ പറയുന്നത്? ഭവതംഗ്രി ചിന്തകാ. ഭവതംഗ്രി എന്ന് പറഞ്ഞാല് അങ്ങയുടെ ആ അംഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാല്, അങ്ങയുടെ ആ തൃപ്പാദങ്ങളെ
ചിന്തകാഹ ചിന്തിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് അങ്ങയുടെ ആ തൃപ്പാദങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ആ ഭക്തി കൊണ്ടുണ്ടാകുന്ന ആനന്ദരസത്തെയും ആ മനസ്സിന്റെ അലിവിനെയും പ്രാപിച്ചു കൊള്ളാം പറയാണ്. അപ്പോ ആ വ്യക്തമല്ലാത്ത അവ്യക്തമായിട്ടുള്ള അങ്ങയുടെ ആ രൂപത്തെ ഒരുപാട് പ്രയത്നിച്ചിട്ട് പ്രയാസപ്പെട്ടിട്ട് ബുദ്ധിമുട്ടിയിട്ട് ആ വീണ്ടും വീണ്ടും ആ മനസ്സിലേക്ക് ഇങ്ങനെ ഉറപ്പിച്ചു കൊള്ളാം. ആ മനസ്സിലിങ്ങനെ ഉറപ്പിക്കുമ്പോ മനസ്സിലിങ്ങനെ ആ രൂപം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുമ്പോ വ്യക്തമല്ലാത്ത രൂപം ഇങ്ങനെ ധാരണ പരിശീലനം കൊണ്ട് ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. അപ്പൊ തെളിഞ്ഞു വരുമ്പോ നമ്മുടെ ഉള്ളില് ഭക്തി ഉണ്ടാവുന്നു. മനസ്സിലായോ? അപ്പൊ ഭവദംഗ്രി ചിന്തകാഹ ആ അങ്ങയുടെ ആ തൃപ്പാദങ്ങളെ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ട് ആ ഭക്തി കൊണ്ടുണ്ടാകുന്ന ആ രസത്തെയും അങ്ങയുടെ ആ മനസ്സിന്റെ അലിവിനെയും പ്രാപിച്ചു കൊള്ളാം എന്ന് പറയാണ് കേട്ടോ. അപ്പോ ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഇതില് ധാരണ എന്നുള്ള 6ാമത്തെ അംഗമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ആ വ്യക്തമല്ലാത്ത ആ രൂപത്തെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ തെളിഞ്ഞതാക്കി ഇങ്ങനെ വരുത്തുകയാണ്. തെളിഞ്ഞു നിൽക്കുകയാണ് ആ ഭഗവാന്റെ രൂപം. അങ്ങനെ ഒരു നല്ല തെളിഞ്ഞു നിൽക്കുന്ന ആ രൂപം ഇങ്ങനെ മനസ്സിൽ വന്നാൽ മാത്രമേ നമുക്ക് ഇനി ധ്യാനിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി അടുത്ത് നമ്മൾ ധ്യാനാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ യമം നിയമം ആസനം അതൊക്കെ നമ്മളുടെ എന്താണ് പുറത്തുള്ള മനസ്സിന്റെ പുറത്തുള്ള പ്രവൃത്തികളാണ്, പുറമേയുള്ള പ്രവൃത്തികളാണ്. ഇനി ധാരണ തൊട്ടിട്ട് പിന്നെ ധാരണ, ധ്യാനം, അത് കഴിഞ്ഞിട്ട് സമാധി, അതൊക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. അപ്പോ അതൊക്കെ ഇനി നമുക്ക് ഓരോ ശ്ലോകങ്ങളിലായിട്ട് മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഈ ശ്ലോകം ഒന്നുകൂടി വായിക്കാം. അസ്ഫുടേവ ഭുഷിതേ പ്രയത്നദോ ധാരയേമദിശനാം മുഹുർമുഹു തേന ഭക്തിരസമന്തരാർദ്രതാം ഉദ്വഹേമ ഭവദംഗ്രി ചിന്തകാഹ. അപ്പോ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി അമർത്തണം. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പപ്പോ കിട്ടുകയുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്.